കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച സ്ഥലങ്ങളെല്ലാം തന്നെ വലിയ ആശങ്ക ജനങ്ങൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. തളിപ്പറമ്പ് കുപ്പത്തെ അവസ്ഥയും ഇതേ അവസ്ഥയാണ്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ് കുപ്പത്ത് ഈ ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണിടിച്ച സ്ഥലം, പ്രത്യേകിച്ചും ഈ CH നഗർ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അവിടെയൊക്കെ വ്യാപകമായ രീതിയിൽ വെള്ളക്കെട്ട് കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ 2 ദിവസമേ ആയിട്ടുള്ളൂ കാലവർഷം വന്നിട്ട്. ആ സമയത്ത് തന്നെ വലിയ വെള്ളക്കെട്ട് ആ മേഖലയിലാകെ ഉണ്ട്. ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്ന കാഴ്ച നമുക്കിന്നിവിടെ കാണാൻ കഴിഞ്ഞു. അതിനിടെ ഈ വെള്ളക്കെട്ടുണ്ട് എന്നറിഞ്ഞും അവിടെ എത്തിയ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവും അവർക്ക് നേരെ കയർക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അവിടെ കുന്നിടിച്ച സ്ഥലത്ത് നിന്നും ഈ ചെളിവെള്ളം കുത്തി താഴേക്ക് വലിച്ചിറങ്ങുന്നതൊക്കെ ചെന്ന് പതിക്കുന്നത് ഈ ജനങ്ങൾ താമസിക്കുന്ന അവരുടെ വീടുകളിൽ അകത്തൊക്കെ അടക്കമാണ് ഈ വെള്ളം കയറുന്നത്. അതൊക്കെയാണ് എന്തുകൊണ്ട് 2 വർഷമായിട്ടും പരിഹരിക്കാത്തത് എന്ന ചോദ്യം ജനങ്ങൾ ഉയർത്താനുള്ള കാരണവും. നമുക്ക് നോക്കാം എന്താണ് ഇന്ന് കുപ്പത്ത് സംഭവിച്ചത് എന്നുള്ളത്. ദുരിതപ്പേത്തിലെ കുപ്പം അജീഷ് ജയകുമാർ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിലേക്ക്. ഒറ്റപ്പേത്തിലെ കുപ്പം ഇങ്ങനെയാണ്. റോഡ് തോടാകും, മുറ്റത്ത് ചെളി നിറയും, ആളുകൾക്ക് ആധിയാകും. 2 വർഷമായി ഇത് തുടങ്ങിയിട്ട്. ഇതിപ്പം എപ്പോഴും ഇങ്ങനെ ചെറിയൊരു മഴക്കന്നെ ഇത് പുഴയായി മാറേ. മഴ ഇവിടെ പെയ്യേണ്ട, മേൽഭാഗത്ത് മഴ പെയ്താണ്, ചുടല ആ ഭാഗത്ത് മഴ പെയ്താണ്, ഇവിടെ വെള്ളം. റോഡ് പണി തുടങ്ങിയതിന് ശേഷമാണ് ഈ പ്രശ്നം. ഇപ്പോൾ 1.5 വർഷം ഇതായി ഇതിപ്പോൾ തുടങ്ങിയിട്ട്. ഇപ്പോൾ സ്കൂൾ തുറന്നിട്ട് ഇപ്പം കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമായിട്ട് 2024, 25, 26 വർഷത്തിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദുരിതമാണ് ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ഈ ദുരന്തം. വീടുകളിൽ വെള്ളം കയറി നിറഞ്ഞ് സ്ഥലത്തെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരും നാട്ടുകാരുടെ രോഷത്തിനിരയായി. കാരണം 3 വർഷം ഇതും കൊണ്ട് അനുഭവിക്കുന്ന ഇവിടെ 2024 പറഞ്ഞ് 25, 25 പറഞ്ഞ് 26, 26 കഴിഞ്ഞിട്ട് 27ലേക്ക് വന്നല്ലേ ചില നടക്കണി. എന്തെങ്കിലും ഒരു മൈൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടായിട്ട്. ദേശീയപാതയ്ക്കായി കുന്നിടിച്ച സ്ഥലത്തു നിന്നും ഒലിച്ചിറങ്ങുന്ന ചെളിവെള്ളമാണ് CH നഗറിലേക്ക് എത്തുന്നത്. 3 വർഷമായി സ്ഥിതിക്ക് മാറ്റമില്ല. ചെളിവെള്ളം ഒലിച്ചിറങ്ങുന്നത് തടയാൻ നടപടിയെടുത്തില്ലെങ്കിൽ ദേശീയപാത ഉപരോധമടക്കമുള്ള കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ദേശീയപാത നിർമ്മാണം നാടിന്റെ പുരോഗതിക്കാണ് സമ്മതിച്ചു. പക്ഷേ അതിലെ അശാസ്ത്രീയത ഒരു നാടിനെ എങ്ങനെ നരകതുല്യമാക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് കുപ്പം. കഴിഞ്ഞ 3 വർഷമായി മഴക്കാലത്ത് ഇവിടുത്തെ മനുഷ്യർക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അത്രയധികം ആധിയാണ്. ഇനി ഇതൊക്കെ എന്നാണ് ശരിയാകുന്നത്? കുപ്പത്തു നിന്നും രജീഷ് കരിവെള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.